അപ്പോൾ എറണാകുളത്ത് 4-5 ലക്ഷം വിശ്വാസികളുള്ള എറണാകുളത്തിന് ഇതുവരെ ഒരു 5-6 വർഷമായിട്ട് സ്വന്തമായിട്ട് മെത്രാനില്ല. എന്നാൽ 2 ലക്ഷം മാത്രമുള്ള കോട്ടയം രൂപതയ്ക്ക് അവിടെ ഇപ്പോൾ നിലവിൽ 4 മെത്രാന്മാരുണ്ട്, വീണ്ടും ഒരു മെത്രാനെ കൂടി കൊടുത്തു. വിശ്വാസികളുടെ എണ്ണം നോക്കിയൊന്നുമല്ല ഒരു സഭയിലും മെത്രാന്മാരെ കൊടുക്കുന്നത്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ക്രിസ്തീയതയെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ മ്ലേച്ഛമാക്കി ചിത്രീകരിച്ച വൈദികരാണ് എറണാകുളത്തെ വൈദികർ. ഇവിടുത്തെ വൈദികരെ നമുക്ക് ബലം പിടിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മാജിക്ക് കാണിച്ചോ കുർബാന ചെല്ലിക്കാനുള്ള യാതൊരു വഴികളും ഇവിടുത്തെ വിശ്വാസികളുടെ കൈകളിലുമില്ല, മെത്രാന്മാരുടെ കൈകളിലുമില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇവരാരും പരിശുദ്ധ കുർബാനയോടോ പരിശുദ്ധ സഭയോടോ ക്രിസ്തുവിനോടോ ഒരു ബന്ധമുള്ള ആളുകളല്ല. നമസ്കാരം. ഈ എറണാകുളം അങ്കമാലി രൂപതയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറച്ച് ദിവസം ഒന്ന് അടങ്ങി നിൽക്കുകയായിരുന്നു. അതിപ്പോൾ വീണ്ടും പുകഞ്ഞു തുടങ്ങിയിട്ടുള്ളതിൻ്റെ സൂചനകൾ വാർത്തകളിലൊക്കെ വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ ഉന്നയിക്കുന്നൊരാവശ്യം മെത്രാൻ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. രൂപതയ്ക്ക് സ്വന്തമായിട്ടുള്ളൊരു മെത്രാൻ ഇല്ല എന്നൊരു ആരോപണമൊക്കെ വൈദികരും ഇതിൻ്റെ ഭാരവാഹികളൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ എന്താണ് നിലവിൽ പുതിയ പ്രശ്നം, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അത് നമ്മളുടെ ഇപ്പോഴത്തെ ഈ സിനഡ് തീരുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സിനഡ് വരുമ്പോഴും ഈ ഒരു പ്രശ്നങ്ങൾ ഇവിടെ അല്പം എറണാകുളത്തെ പ്രശ്നം കലുഷിതമാകാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ സിനഡുമായിട്ട് ബന്ധപ്പെട്ട് 2 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇതേ വിഷയം തന്നെ നമ്മൾ സംസാരിച്ചു പോയത്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം, ഇന്ന് എറണാകുളത്തെ കലൂർ റിന്യൂവൽ സെൻറ്ററിൽ വൈദികരും അതുപോലെ അൽമായ ഒരു ഇടവകയിൽ നിന്ന് ഒരു 3-4 അൽമായരും കുറച്ച് സന്യസ്തരും ഒക്കെ ആയിട്ട് അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുതിയ പ്രതിഷേധ സമരമുറകളൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി അവർ കൂടിയൊരു മീറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഒരു പ്രസ് മീറ്റും കാര്യങ്ങളുമൊക്കെ ഇന്ന് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പുറത്ത് വിട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. ഇന്നലെ ആയിരുന്നു സിനഡ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ് മീറ്റ് വിളിച്ചത്. അത് കാക്കനാട് സെൻറ്റ് തോമസ് മൗണ്ടിൽ. ഞാനതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ കുർബാന വിഷയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറയും എന്നൊരു വിചാരത്തിലായിരുന്നു ഞാനും അവിടെ പോയിരുന്നത്. പക്ഷേ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടോ സഭയുടെ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പരാമർശങ്ങൾ ഇന്നലത്തെ സഭയുടെ പ്രസ് മീറ്റിൽ ഉണ്ടായിരുന്നില്ല. അവിടെ ആകെ ഉണ്ടായത് കോട്ടയം രൂപതയ്ക്കൊരു സഹായമെത്രാനെ ഇന്നലെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റ് സഭാതാരകം എന്ന് പറഞ്ഞ് 2 പേരെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ചർച്ചയിലില്ലായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സൂചന അവർക്ക് എറണാകുളത്തെ വിമത വൈദികർക്കും അവരുടെ നേതാക്കൾക്കുമൊക്കെ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പേ അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ സിനഡ് തീരുന്ന ദിവസം തന്നെ അവർ മുൻകൂട്ടി ഇടവക വൈദികരെയും ഈ അൽമായരെയും ഈ പ്രതിഷേധത്തിന് വേണ്ടി വിളിക്കാൻ കാരണം അതാണ്. മെത്രാന്മാരെ കിട്ടില്ല എന്ന് അവർക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അവർ ഉന്നയിച്ച അതിനകത്ത് പ്രധാനമായിട്ട് സംസാരിക്കുന്ന 2-3 പേര്, അതിനകത്ത് കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന ഈ വിമത തൊഴിലാളികളുടെ ഒരു സെക്രട്ടറി ആണ് അദ്ദേഹം. അതുപോലെ പാസ്റ്റർ കൗൺസിൽ ഷൈജു ആൻ്റണി, ഇവരൊക്കെയാണ്. പിന്നെ വൈലിക്കോടൻ എന്ന് പറയുന്ന ഒരു വിമത വൈദികൻ, അവരുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരാളാണ്. ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും അതിനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇവരുടെ വാദം ആയിട്ട് പ്രധാനമായി പറയുന്നത് കോട്ടയത്തിന് മെത്രാന് കൊടുത്തു, എറണാകുളത്തിന് മെത്രാന് കൊടുത്തില്ല. കോട്ടയം രൂപതയിൽ കനാനായ രൂപതയാണ്, അത് 2 ലക്ഷം വിശ്വാസികളേ ഉള്ളൂ. എറണാകുളത്ത് 4-5 ലക്ഷം വിശ്വാസികളുണ്ട്. അപ്പോൾ എറണാകുളത്ത് 4-5 ലക്ഷം വിശ്വാസികളുള്ള എറണാകുളത്തിന് ഇതുവരെ ഒരു 5-6 വർഷമായിട്ട് സ്വന്തമായിട്ട് മെത്രാനില്ല. എന്നാൽ 2 ലക്ഷം മാത്രമുള്ള കോട്ടയം രൂപതയ്ക്ക് അവിടെ ഇപ്പോൾ നിലവിൽ 4 മെത്രാന്മാരുണ്ട്, വീണ്ടും ഒരു മെത്രാനെ കൂടി കൊടുത്തു. ഇതാണ് അവരുടെ ഒരു വാദം. അപ്പോൾ വിശ്വാസികളുടെ എണ്ണം നോക്കിയൊന്നുമല്ല ഒരു സഭയിലും മെത്രാന്മാരെ കൊടുക്കുന്നത്. ഒരു സഭയുടെ അജപാലനപരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഏറ്റവും കൂടുതൽ നിർവഹിക്കപ്പെടേണ്ട ആവശ്യകത അത് മുൻഗണനാക്രമത്തിലെടുത്താണ് എപ്പോഴും മെത്രാന്മാരെ സഭ നിശ്ചയിക്കാറുള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ഈ കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന വിമത വൈദികൻ്റെ വാദം, ഞങ്ങൾക്ക് മെത്രാനില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അവർ പറയുന്ന ഒരു കാര്യം, ജസ്റ്റ് കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന വൈദികൻ്റെ അദ്ദേഹത്തിൻ്റെ പരാമർശം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അഭിവന്ധ്യ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ വികാരി അല്ലെങ്കിൽ മെത്രാപ്പൊളിത്തൻ വികാരിയായ അഭിവന്ധ്യ ജോസഫ് പാബ്ലാനി പിതാവും
നമുക്കൊരു ഉറപ്പ് നൽകിയിരുന്നു ഈ സിനഡിൽ നിങ്ങൾക്ക് 2 സഹായമെത്രാന്മാർ ഉണ്ടായിരിക്കും എന്ന്. പക്ഷേ ഏറെ സങ്കടകരമായിട്ടുള്ള വാർത്ത, ഇന്നലെ 3 മണിക്ക് സിനഡ് ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ കോട്ടയം അതിരൂപതയ്ക്ക് ഒരു സഹായമെത്രാന് നൽകി. എറണാകുളം അങ്കമാലി അതിരൂപതയാണ് സീറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ അതിരൂപത. 6 ലക്ഷം വിശ്വാസികളും 10,000കണക്കിന് സന്യസ്തരും 485 ഇടവക വൈദികരുമുള്ള ഒരു സജീവമായിട്ടുള്ള അതിരൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. ഈ അതിരൂപതയ്ക്ക് ഈ സിനഡിൽ ഒരു ശബ്ദമുയർത്താനായിട്ട് ഒരു പിതാവ് പോലുമില്ല. കാനൂനിക നിയമങ്ങൾ അനുശാസിക്കുന്നത് പോലെ ഒരു അതിരൂപതയുടെ സ്വയം ഭരണത്തിന് അവിടെ ഒരു മെത്രാൻ ആവശ്യമാണ്. അതാണ് കത്തോലിക്ക സഭയുടെ നിയമം. അത് വിശ്വാസികളുടെ ഒരു അവകാശവുമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു അതിരൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. ഇപ്പോൾ നമ്മൾ കേട്ട പോലെ ഈ കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന കത്തനാർ പറയുന്നത് എറണാകുളത്തെ മെത്രാന്മാർ, അതായത് എറണാകുളത്തിൻ്റെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് നടത്തിപ്പോരുന്നതിനും നാളുകളായിട്ട് അവർക്ക് മെത്രാന്മാരില്ല, ഇതൊക്കെ മനസ്സിലാക്കി ഈ സമവായത്തിൽ മെത്രാന്മാരെ കൊടുക്കാം എന്നൊരു ധാരണയൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ സമവായത്തിലൊന്നും അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള സൂചനകളൊന്നുമില്ല. അപ്പോൾ ഇത് വിശ്വാസികളുടെ അവകാശമാണ്. അതിന് ഇദ്ദേഹം പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് സിറോ മലബാർ സഭയുടെ സിനഡ് എന്ന് പറയുന്നത് അവിടെ വൈദികർക്കോ സന്യസ്തർക്കോ അൽമായർക്കോ സിനഡിൽ പ്രവേശനമില്ല. അവിടെ സംസാരിക്കാനായിട്ട് ഒന്നും അവസരങ്ങളില്ല. അവിടെ ആകെ സംസാരിക്കാൻ പറ്റുന്നത് രൂപതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന രൂപതയുടെ മെത്രാന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യങ്ങൾ പറയാനായിട്ട് തങ്ങൾക്കൊരു മെത്രാനുണ്ട് എങ്കിൽ ആ സിനഡിൽ എറണാകുളം രൂപതയ്ക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് അവർക്ക് എറണാകുളംകാർക്കൊരു മെത്രാനെ കിട്ടും. അത് ഇവിടെയുള്ള എറണാകുളം രൂപതയുടെ അവകാശമാണ്, വിശ്വാസികളുടെ അവകാശമാണ്, വൈദികരുടെ അവകാശമാണ്. ഈ റൈറ്റ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ വാദോരാതെ കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന വൈദികൻ റൈറ്റ്സ് ഇത് ഞങ്ങളുടെ അവകാശമാണ് കാനോൻ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ കാനോൻ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഇതൊക്കെ അവകാശമാണ്, ഞങ്ങൾക്ക് ഇത് തരണം, ഇത് തന്നില്ലെങ്കിൽ ഇത് പ്രതിഷേധാർഹമാണ് എന്ന രീതിയിലേക്ക് നിലപാടുകൾ തുറന്നു പറയുമ്പോൾ ഇത് ഒരു സഭയാണെന്ന് നമുക്കറിയാം. സീറോ മലബാർ സഭ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയിലെ 24 വ്യക്തിഗത സഭകളിൽ 2ാമത്തെ ഏറ്റവും വലിയ സഭയാണ് സീറോ മലബാർ സഭ. അതിൽ തന്നെ ഏറ്റവും ഒരു പ്രബലമായിട്ടുള്ളൊരു അതിരൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. അപ്പോൾ ഒരു പ്രബലമായ ഒരു സഭയിലെ അതിൽ തന്നെ പ്രബലമായ ഒരു രൂപത, ആ രൂപതയിൽ തന്നെ എത്രയോ വർഷങ്ങളായി വിശ്വാസികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. സഭാ ആസ്ഥാനവും ഇതേ രൂപതയിലാണ്. സഭാ ആസ്ഥാനം ഇതേ രൂപതയിലാണ്. അപ്പോൾ അതല്ലേ കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛ, നിങ്ങൾ ആദ്യം വിശ്വാസികളുടെ അവകാശമല്ലേ ആദ്യം നടപ്പിലാക്കി കൊടുക്കേണ്ടത്. ഈ 4-4.5 ലക്ഷം വിശ്വാസികൾ അവരുടെ അവകാശങ്ങൾ ഇപ്പോൾ ഇവിടെ കൊടി പിടിക്കാനോ സമരം ചെയ്യാനോ മുദ്രാവാക്യം വിളിക്കാനോ ഇവിടെ 4 ലക്ഷം വിശ്വാസികൾ ഇറങ്ങാറില്ല. കാരണം അതവരുടെ മാന്യത. ആ മാന്യത അത് അച്ഛന്മാരുടെ ആനുകൂല്യമാക്കി ഇവർ വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ ഈ 4 ലക്ഷം വിശ്വാസികൾ മുഴുവൻ ഇവരുടെ കീശയിലാണോ? ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ മെത്രാനെ കൊടുക്കാം എന്നൊരു വാക്കാരെ പറയേ ഡീലോ അങ്ങനെ എന്തെങ്കിലും സഭാ നേതൃത്വം മേ ബി ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കാരണം ഈ പ്രശ്നങ്ങൾ ഇവിടെ ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കപ്പെടാനായിട്ട് നാളുകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു മെത്രാൻ ആവശ്യമാണെങ്കിൽ അത് കൊടുക്കാമെന്നൊരു പക്ഷേ മെത്രാന്മാർ സമ്മതിച്ചിരിക്കാം. അങ്ങനെ ആണെങ്കിൽ തന്നെയും ഇവിടെ ഒരു മെത്രാനെ കൊടുത്ത് ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ ഇവിടെ എത്രയോ നാളായിട്ട് സീറോ മലബാർ സഭയെ മാത്രമല്ല ക്രിസ്ത്യാനിറ്റിയെ പോലും ക്രിസ്തുവിനെ പോലും ക്രിസ്തുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ക്രിസ്തീയതയെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ മ്ലേച്ഛമാക്കി ചിത്രീകരിച്ച വൈദികരാണ് എറണാകുളത്തെ വൈദികർ. അവരാണ് ഈ മെത്രാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കിടന്ന് കരയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സഭയെ തന്നെ സമൂഹത്തിൽ വളരെ വികൃതമാക്കി ചിത്രീകരിച്ചിട്ട് സഭയിലെ മെത്രാന്മാരെയും ഈവൻ മാർപ്പാപ്പമാരെ പോലും
വളരെ മോശമായിട്ട് ഇവർ അധിക്ഷേപിക്കുകയും അവരുടെ സർക്കുലറുകളെ അവരുടെ വാക്കുകളെയൊക്കെ തള്ളിക്കളയുകയും ചെയ്യുന്ന കുറേ വൈദികരും കുറച്ച് അൽമായരും. അപ്പോൾ ഇവരാണ് ഈ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഞങ്ങൾക്ക് മെത്രാന്മാരൊക്കെ വേണമെന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ അവർ കറക്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇവർക്കും ഇപ്പോൾ സഭ മെത്രാനെ കൊടുക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് മെത്രാനെ തരുന്നില്ല എന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം വളരെ ലളിതമല്ലേ. ഞങ്ങൾ പെർഫെക്റ്റാണ്, ഞങ്ങൾ സഭയെ ഒബേ ചെയ്യുന്നു, സഭയുടെ കാനോൻ നിയമം അനുസരിച്ച് ഞങ്ങൾ സഭയുടെ അല്ലെങ്കിൽ സിനഡ് തീരുമാനിച്ചതിന് പ്രകാരം ഞങ്ങൾ സഭയെ അനുസരിക്കുന്ന വൈദികരാണ്. ഞങ്ങൾ മാർപ്പാപ്പയെ അംഗീകരിക്കുകയും മാർപ്പാപ്പയുടെ കൽപ്പനകളും ഒക്കെ കത്തോലിക്ക സഭയെ അനുസരിച്ച് വിധേയപ്പെട്ടു പോകുന്ന വൈദികരാണ് എറണാകുളത്തെ വൈദികർ. അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലും വീഡിയോ സന്ദേശത്തിലൂടെ പോലും വന്ന് പറഞ്ഞിട്ട് ആ മാർപ്പാപ്പയെ പോലും അധിക്ഷേപിക്കുകയും ആ മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിക്കെറിഞ്ഞ് തെറി വിളിച്ച് ഓടിച്ച വൈദികരാണ് ഇപ്പോൾ എത്ര കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ ആവശ്യം ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടതെന്നാണ്, ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ വീഴ്ച പറ്റി, ഞങ്ങൾ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ സഭ പൊറുക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാന വെച്ച് ഞങ്ങൾ ഇനി കളിക്കാൻ ഞങ്ങളില്ല. സിനഡിനെ ഞങ്ങൾ അനുസരിക്കുന്നു, മാർപ്പാപ്പയ്ക്കും കത്തോലിക്ക സഭയ്ക്കും ഞങ്ങൾ വിധേയപ്പെടുന്നു, സഭയുടെ കാനോനിക നിയമങ്ങൾക്ക് ഞങ്ങൾ വിധേയരാണ്. അതുകൊണ്ട് ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് വിശ്വാസികളുടെ അവകാശങ്ങൾ ഇതുവരെ ഞങ്ങൾ ലംഘിച്ചു, അവർക്ക് അവകാശമായത് ഞങ്ങൾ നൽകിയില്ല. ഇനി മുതൽ ഞങ്ങളത് ഈ സമവായമൊക്കെ വിട്ട് ഞങ്ങൾ സഭയുടെ പരിശുദ്ധ കുർബാന ചൊല്ലാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് തീരുമാനിക്കുന്നിടത്തല്ലേ സഭ ഒരു മെത്രാനി ഇവർക്ക് കൊടുക്കാൻ തയ്യാറാകും. ഏതെങ്കിലും ഇങ്ങനെ വിമതമായി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ശിക്ഷാ നടപടികളാണോ ഇപ്പോൾ ഒരു മെത്രാൻ നിയമനം നടത്താത്ത? അല്ല, മേ ബി ശിക്ഷാ നടപടികളാക്കി വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. ശരിക്കും യഥാർത്ഥത്തിൽ ഇതൊരു ശിക്ഷയാകുന്നില്ല. ശരിക്കും ശിക്ഷിക്കപ്പെട്ടവർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ എനിക്കോട് 10-40 ആൾക്കാരുണ്ട്. ബസിലിക്കയിൽ ആഭിചാര കുർബാന 16 കുർബാന അടുപ്പിച്ച് റാലി പോലെ നടത്തിയ മഹാന്മാരാണ് ഇവിടെയുള്ള ആൾക്കാർ. അപ്പോൾ ഇവരൊക്കെ സഭയിൽ നിന്ന് പുറത്തു പോകേണ്ടവരാണ്. അതിന് നേതൃത്വം നൽകിയ മുണ്ടാടൻ എന്ന് പറയുന്ന വൈദികനാണ് ഈ പ്രസംഗിക്കുന്നത്. ഇയാൾ എത്രയോ പണ്ട് സഭയിൽ നിന്ന് പുറത്തായ ആളാണ്. അതൊക്കെ സഭ ഇവിടെ മൂടി വെച്ചേക്കുക. അപ്പോൾ ഇവരുടെ ശിക്ഷയൊന്നും ഇതുവരെ ആരും എടുത്തിട്ടില്ല. സഭ അനാവശ്യമായിട്ട് ഇവരുടെ നേരെ ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമാകാൻ പോകുന്നില്ല. പ്രശ്നങ്ങളുടെ പരിഹാരം എപ്പോഴും എറണാകുളത്തെ വൈദികരുടെ കയ്യിലാണ്. ഈ ഇവിടുത്തെ വൈദികരെ നമുക്ക് ബലം പിടിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മാജിക്ക് കാണിച്ചോ കുർബാന ചെല്ലിക്കാനുള്ള യാതൊരു വഴികളും ഇവിടുത്തെ വിശ്വാസികളുടെ കൈകളിലുമില്ല, മെത്രാന്മാരുടെ കൈകളിലുമില്ല. പിന്നെ ആകെപ്പാടെ മെത്രാന്മാരുടെ കൈകളിലുള്ള ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് കാനോനിക നിയമപ്രകാരം ഇവർക്കെതിരെയുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. അതിതുവരെ സീറോ മലബാർ സഭയുടെ സിനഡ് എടുത്തിട്ടില്ല. ഏതെങ്കിലും സമയത്ത് അവർ നടപടികൾ എടുത്ത് തുടങ്ങിയിരുന്നുവെങ്കിൽ എത്രയോ പണ്ട് ഈ പ്രശ്നം ഇവിടെ വളരെ ലളിതമായി പരിഹരിക്കപ്പെടുമായിരുന്നു. ഇന്നും വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എത്രയോ വൈദികർ ആ വിമത പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറി കുർബാന ചൊല്ലി തുടങ്ങുന്ന രീതിയിലേക്ക് എത്രയോ പണ്ടേ അവർ മാറുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ ഈ കാര്യത്തിൽ ബലം പിടിച്ച് നിൽക്കുന്നത്? ഇതൊന്നും ക്രിസ്ത്യാനിറ്റിയുടെ ആത്മീയതയുടെ ഒരു സഭാസ്നേഹത്തിൻ്റെ വിശ്വാസികളുടെ അവകാശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സഭയോടുള്ള വിശ്വസ്തതയോ അല്ലെങ്കിൽ ഒരു വൈദികരുടെ ഒരു അവരുടെ ഒരു കടമയുടെയോ ഒന്നിൻ്റെയും ഭാഗമല്ല. ഇതിനൊന്നും നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാനും നമുക്ക് പറ്റില്ല. മറ്റെന്തെങ്കിലും വ്യക്തി താല്പര്യങ്ങൾ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലുണ്ടാവും? വ്യക്തി താല്പര്യങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, സഭയെ പുറമേ നിന്ന് തകർക്കാനുള്ള, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തകർക്കാനുള്ള ചില ബാഹ്യമായ ശക്തികളുടെ കളികളൊക്കെ ഇതിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവരിത്രയും ബലം പിടിച്ച് നിൽക്കുമ്പോൾ മേ ബി അതും ചേർത്ത് വായിക്കാം. എന്തിന് ഒരു കുർബാനയുടെ കാര്യത്തിൽ ഇത്രയും ബലം പിടിച്ച് നിൽക്കുന്നു? എല്ലാവരും പറയുന്നു, ഞങ്ങൾ ഇന്നും ഈ പ്രസ് മീറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഇട്ട ഭാഗം മുഴുവനായിട്ട് നമ്മളോട് കേൾപ്പിച്ചിട്ടില്ല. ഇവിടെ മൊത്തമായിട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ കുര്യാക്കോസ് മുണ്ടാനം പറയുന്നത് 60 വർഷമായിട്ട് ഞങ്ങൾ കണ്ടിരുന്ന ഒരു രീതി. അത് തന്നെ എന്ത് മണ്ടത്തരമാണ് ഇയാൾ ഇത് പറയുന്നത്. കത്തനാരാ? പുറത്ത് പറയാൻ കൊള്ളുന്ന കാര്യമാണോ? ഒരു കത്തനാർ പറയുകയാണ് 60 വർഷമായിട്ട് ഞങ്ങൾ കാണുന്ന ആ കുർബാന രീതി. അപ്പോൾ 60 വർഷങ്ങൾക്ക് മുമ്പ് 2000 വർഷമുണ്ട് ഈ സഭയുടെ പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിന്, സീറോ മലബാർ സഭയ്ക്ക് തന്നെ അത്രയും
പാരമ്പര്യം അവകാശപ്പെടുന്നൊരു സഭയാണ്. അപ്പോൾ 60 വർഷം മുമ്പോ? അപ്പോൾ ഈ 60 വർഷം മാത്രം കണക്കിലെടുത്ത് അത് സാധിച്ചു കൊടുക്കണം എന്ന് പറയാൻ, അതാണ് ഒരു സഭയുടെ പൈതൃകവും ഒരു സഭയോട് വൈദികർ കാണിക്കേണ്ട ഒരു കടമയും ഒരു വിശ്വസ്തതയും ശരിക്കും അതാണോ? ഇതൊക്കെയല്ലേ ചേർത്ത് വായിക്കേണ്ടത്. അപ്പോൾ ഇതൊന്നും ആരും ചെയ്യുന്നില്ല എങ്കിൽ അതിന് തക്ക രീതിയിലുള്ള ശിക്ഷണ നടപടികൾ ഇനിയെങ്കിലും സീറോ മലബാർ സഭയുടെ നേതൃത്വം എടുത്ത് മുന്നോട്ട് പോകുന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടാൽ, വത്തിക്കാനെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കണം. ഇത് ചെയ്യിക്കാത്തതും ഈ നമ്മുടെ സീറോ മലബാർ സഭ സിനഡ് മെത്രാന്മാർ തന്നെയാണ്. എല്ലാവരും ഇതിനകത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ചേർത്ത് വായിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു വിഷയം ഇത്രമാത്രം വലിച്ചു നീരിക്കൊണ്ട് പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ശിക്ഷണ നടപടികൾ വരട്ടെ. എപ്പോഴും മക്കൾ തെറ്റിയത് അകന്നു പോകുമ്പോൾ മാതാപിതാക്കൾ അല്പം ശിക്ഷണ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമല്ലേ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാണ്ട് മക്കൾ നന്നായി വരുന്നത് വരെ ഈ പ്രശ്നം നീട്ടിക്കൊണ്ട് പോകാമെന്ന് കുടുംബത്തോട് ആത്മാർത്ഥതയുള്ള അപ്പന്മാർ ഒരിക്കലും തീരുമാനിക്കില്ല. ഈ കാര്യത്തിൽ സമാനമായിട്ട് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് നമുക്ക് തോന്നുന്നു. ഇനി എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ വരട്ടെ. അതുവരെ എറണാകുളത്തെ കത്തനാരന്മാർ വിമത പ്രവർത്തനങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അവരുടെ പത്രസമ്മേളനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതേ നിലപാട് അവർ വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ അതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതൊന്നും ക്രിസ്തീയതയുമായി ബന്ധപ്പെട്ട ഒരു സഭാത്മകമായ രീതിയല്ല, സഭാത്മകമായ കാഴ്ചപ്പാടല്ല. ഇതൊരു വിമത പ്രവർത്തനങ്ങളുടെ ഒരു ശൈലി തുടരുന്ന രീതിയാണ് എറണാകുളത്തെ അച്ഛന്മാരും അൽമായരും ഇനിയും ആവർത്തിക്കാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇവരാരും പരിശുദ്ധ കുർബാനയോടോ പരിശുദ്ധ സഭയോടോ ക്രിസ്തുവിനോടോ ഒരു ബന്ധമുള്ള ആളുകളല്ല. അവർക്ക് അവരുടെ എന്തോ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ അവർ സഭയെ മറയാക്കുന്നു, സഭയെ ഉപയോഗിക്കുന്നു. സഭയുടെ ആനുകൂല്യങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ട് സഭയെ, ക്രിസ്തുവിനെ ഇവർ ദ്രോഹിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇന്നും എറണാകുളത്ത് വൈദികരായും അൽമായരായും തുടരുന്ന ഒരു ഗതികേട് എറണാകുളത്തെ 4 ലക്ഷം വിശ്വാസികൾ ഇപ്പോൾ അവരാണ് ശരിക്കും ഇരകൾ, ഇവരൊന്നുമല്ല. എറണാകുളത്തെ 4 ലക്ഷം വിശ്വാസികൾ ഇരകളായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം സഭ തന്നെ തീരുമാനിച്ചുണ്ടാക്കട്ടെ എന്ന് നമുക്ക് അനുമാനിക്കാം.